ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ ഇന്നുള്ളത് മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയർ എന്ന് പറയുന്ന ബ്ലൂ ലൈനിലുള്ള ഒരു സ്റ്റേഷനിലാണ്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളൊക്കെ ഇവിടുത്തെ ആയിരിക്കും. തീർച്ചയായിട്ടും ഫുള്ളായിട്ട് എല്ലാവരും കാണുക. ഇതാണ് എക്സ്റ്റേണൽ സൈഡിൽ നിന്നുള്ള MOE സ്റ്റേഷൻ്റെ ഒരു കാഴ്ച എന്ന് പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ പരമായിട്ടുള്ള പല സ്ഥാപനങ്ങളും ഇതിനടുത്തുള്ളതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്റ്റേഷന് MOE എന്ന മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയർ എന്ന പേര് തന്നെ വന്നത്. ചെറിയ സ്റ്റേഷൻ സൈഡൊക്കെ നിങ്ങൾ കണ്ടു. ഇതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റോഡിന് മുകളിലോട്ടൊരു കമത്തി വെച്ചേക്കുന്ന കുടങ്ങുമത്തിയൊക്കെ വെച്ചേക്കുന്ന പോലെ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. കാരണം ഇത് അണ്ടർഗ്രൗണ്ടിലായതുകൊണ്ട് തന്നെ ഇതിനകത്തോട്ട് കയറുമ്പോൾ ആസ് യൂഷ്വൽ അണ്ടർഗ്രൗണ്ടിലുള്ളതുപോലെ തന്നെ വോളൊക്കെ ക്ലാഡിങ്ങുകൾ കൊണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. ഗ്ലാസ് വോൾ അധികം കുറച്ചേ ഉള്ളൂ തുടക്കത്തിൽ. അത് കഴിഞ്ഞ് താഴോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഒട്ടും കാണത്തില്ല. ബാക്കിയെല്ലാം ഇതുപോലത്തെ വോളാണ്. ഇതുപോലത്തെ അല്ലെങ്കിൽ നമ്മുടെ ടൈലുകൾ കൊണ്ട് ഫിനിഷ് ചെയ്തിരിക്കുന്ന വോളുകളാണുള്ളത്. ഇവിടെ നിന്ന് നല്ല താഴോട്ട് നമ്മൾ ഇറങ്ങണം. ഇത് ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ഫ്ലോറിൽ പോകണം. മൂന്നാമത്തെ ഇറക്കത്തിലാണ് നമ്മുടെ പ്ലാറ്റ്ഫോം ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ അങ്ങനെ പോകാം. ഇവിടെ നമ്മൾ ആദ്യത്തെ ഇറക്കത്തിൽ തന്നെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ വെൻഡിങ് മെഷീനും അതുപോലെ തന്നെ നമ്മുടെ എൻട്രി പോയിൻറ്റും ഒക്കെയാണ്. സ്വൈപ്പ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ. സീലിംഗ് ഒക്കെ നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട്. നല്ല ലൈറ്റ് ഫിനിഷും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സംഭവങ്ങളാണ് എല്ലാം ഉള്ളത്. നമുക്ക് എന്തായാലും ഇതിനകത്തൊക്കെ കയറി ഇരുന്നാൽ പോലും ബോറടിക്കുന്ന പരിപാടികളൊന്നുമില്ല. പിന്നെ ഇവിടെ വൈഫൈയും കണക്ഷൻസൊക്കെ വരുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ ഇല്ല തൽക്കാലത്തേക്ക്. മൊത്തത്തിൽ ഓപ്പറേഷൻ ആയി കഴിയുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും. ഈ വെൻഡിങ് മെഷീനും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ നമ്മുടെ എൻട്രി പോയിൻ്റ് ഇവിടെയാണ്. അപ്പോൾ വെൻഡിങ് മെഷീൻ ഏരിയയിലൊക്കെ തിരക്കൊക്കെ ഉണ്ട്. ഇവിടെയും നല്ല വലിപ്പത്തിലുള്ള ഹോള് പോലെ സെറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടുന്ന് നമുക്കിനിയും അകത്തോട്ട് പോകാം. സെൽഫ് കാർഡ് നമ്മുടെ ഉണ്ട്. അത് തന്നെ സ്വൈപ്പ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഈ ഒരു കാർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ചെയ്തിരുന്നത് ഒരു 20 റിയാലിന് ഞാൻ റീചാർജ് ചെയ്തു. 20 റിയാലിന് റീചാർജ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് 3 ദിവസത്തേക്കുള്ള എൻട്രി പോസിബിളാണ്. ആ ഒരു 20 റിയാലിന് മീൻസ് 2 മണിക്കൂർ വെച്ചിട്ടുള്ള 2 മണിക്കൂറാകുമ്പം 4 റിയാൽ കട്ടാവും. ആ ഒരു പരുവത്തിൽ നമുക്ക് 3 ദിവസത്തേക്ക് അത് യൂസ് ചെയ്യാം എന്നുള്ളതാണ് അങ്ങനെ എടുത്താനുള്ള പ്രത്യേകത. അതല്ല സിംഗിൾ ഡേ യൂസിനുള്ളതുണ്ട്, മന്ത്ലി യൂസിനുള്ളതൊക്കെ ഉണ്ട്. നമ്മൾ ഈ മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയർ സ്റ്റേഷനിൽ വന്നപ്പോഴും ഇത് ഞാൻ പറഞ്ഞല്ലോ സിറ്റിയുമായിട്ട് ചേർന്ന് കിടക്കുന്നൊരു സ്ഥലമാണ്. പ്രധാനപ്പെട്ട കുറേ ഓഫീസുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേഷനിൽ നല്ല തിരക്ക് കാണാനുണ്ട്. മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയർ സ്റ്റേഷനിൽ വരുമ്പോൾ നമ്മളൊരു സെക്കൻഡ് ഫ്ലോറിലോട്ട് എത്തുമ്പോൾ സീലിങ്ങിൻ്റെ സെറ്റപ്പ് കണ്ടോ. മേളിൽ നിന്നുള്ളൊരു സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും ടോപ്പിൽ നിന്ന് അവരൊരു വ്യൂവും കൂടെ നമുക്ക് തന്നിട്ടുണ്ട്, ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട്. അതും ഒരു നല്ല ലുക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ സംഭവം. അപ്പോൾ ഇനി നമുക്ക് ട്രെയിൻ അടുത്ത സ്റ്റേഷനിലോട്ട് കയറണമെങ്കിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിലോട്ട് പോകണം. ഈ സൈഡിലത്തെ വോളുകളെന്നൊക്കെ പറയുന്നത് ഒരു സൈഡിൽ നമ്മുടെ സെറാമിക് ടൈലും ഫിനിഷൊക്കെ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ അലുമിനിയത്തിൻ്റെ ഒരു വോൾ ക്ലാഡിംഗ് ആണ് ചെയ്തേക്കുന്നത്. ഇത് നമ്മുടെ സൗണ്ട് പ്രൂഫ് സംഭവമൊക്കെയാണ്. അപ്പോൾ പുറത്തുനിന്നുള്ള സൗണ്ടുകളോ ഒന്നും നമുക്കിവിടെ കേൾക്കാനേ ഇല്ല, അകത്തുനിന്നുള്ള സൗണ്ടുകൾ മാത്രം. അപ്പോൾ ആ ഒരു ടെക്നോളജിയൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇവർ സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നടന്ന് പിടിച്ച് പ്ലാറ്റ്ഫോമിലെത്തിയപ്പോൾ തന്നെ ഒരു ട്രെയിൻ വന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ കയറി ഇവിടെ ഉള്ളവരൊക്കെ പോവും. നമുക്കേതായാലും അടുത്ത ട്രെയിൻ പിടിക്കാം. തിരക്ക് പിടിക്കണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ടും കേട്ട് പോകാനാണല്ലോ നമ്മളെത്തിയത്. അപ്പോൾ നമ്മൾ അധികം തിരക്ക് പിടിച്ച് പോകുന്നില്ല. ഇവിടുത്തെയും പ്ലാറ്റ്ഫോമിലൂടെ ഒന്ന് നടന്ന് ഇവിടുത്തെ ക്ലീനിങ് സ്റ്റാഫും ഒക്കെ കണ്ടിന്യൂസ് 24/7 എന്ന് പറഞ്ഞ കണക്ക് ഈ ട്രെയിനിൻ്റെ റണ്ണിങ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ 6 to 12 ആണ്. മോർണിംഗ് 6 to 12. അപ്പോൾ ആ സമയത്തെല്ലാം ഇതുപോലത്തെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയർ സ്റ്റേഷനിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ സൈൻ ഔട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അടുത്തൊരു ട്രെയിൻ വരുന്നതിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ്സായിട്ട് അടിയിക്കുക, ഡിസ്ലൈക്ക് ചെയ്യുക. പുതിയൊരു സ്റ്റേഷൻ്റെ കാഴ്ചകളും ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ.